സോ ഇതായിരിക്കും നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്, സോ ഇതാണ് എന്തെന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് നമ്മൾ പറയുന്നത്. സോ ഇത്രയും നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ ടേംസിൽ പറഞ്ഞു. ദെൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ എന്താണ് മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ? മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമ്മൾ ഇലക്ട്രോണിന്റെ മൊബിലിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നത്? കൺസിഡർ ചെയ്യുന്നത്. സോ ഡ്രിഫ്റ്റ്, ദാറ്റ് ഈസ് ഹിയർ ഇറ്റ് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ് മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ. മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ഇസ് ഡിനോട്ടഡ് ബൈ മ്യൂ ആണ്. സോ മ്യൂ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഡിനോട്ട് ചെയ്യുന്നത് VD. പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് മീൻസ് അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ക്യാപിറ്റൽ E. സോ VD ബൈ E ആണ് എന്തെന്ന് പറയുന്നത്? മ്യൂ, മൊബിലിറ്റി എന്ന് പറയുന്നത്. സോ മൊബിലിറ്റി നമുക്കറിയാം എന്തായിരിക്കും? VD ബൈ E ആണ്. VD ഓൾറെഡി നമുക്കറിയാം എന്താ? E ബൈ M ഇൻറ്റു ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് VD ബൈ E ആണ്. ദെൻ VDന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്തായിരിക്കും? മൈനസ് E ബൈ M ഇൻറ്റു ടോ ഡിവൈഡഡ് ബൈ എന്ത് വരും? E വരും. സോ ഇൻ ദിസ് ഇക്വേഷൻ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ E ബൈ M ക്യാപിറ്റൽ E ഇൻറ്റു ടോ. ഈ ക്യാൻസൽ. സോ എന്തായിരിക്കും? E ടോ ബൈ M എന്നായിരിക്കും വരുന്നത്. സോ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മൊബിലിറ്റി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡിനോട്ടഡ് ബൈ എന്താണ്? മ്യൂ ആണ്. ദാറ്റ് ഈസ് മ്യൂ ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? E ടോ ഡിവൈഡഡ് ബൈ M. E എന്ന് പറയുന്നത് ഇലക്ട്രോണിന്റെ ചാർജ്, M എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോൺ, ടോ എന്ന് പറയുന്നത് എന്താണ്? ടോ എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈം ആണ്. സോ ടോ എന്ന് പറയുന്നത് എന്തായിരിക്കും? റിലാക്സേഷൻ ടൈം ആയിരിക്കും വരുന്നത്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ്, ദാറ്റ് ഈസ് ഇവിടെ ഈ നമുക്ക് VD എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ കിട്ടി, മൊബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷനും ആലോചിച്ച് വയ്ക്കാം. മ്യൂ ഇസ് ഈക്വൽ ടു E ടോ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും വരുന്നത്? E ടോ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും വരുന്നത്? M ആയിരിക്കും വരുന്നത്. ഇനി അടുത്തത് ഫോർ കൺസിഡറിങ് ഹിയർ ദാറ്റ് വി നോ ദാറ്റ് E ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് നമുക്ക് V അറിയാം, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? E ഇൻറ്റു L ആണ്. അപ്പം ഈ ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റിനെ ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യലിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? വി നോ ദാറ്റ് V ഈസ് ഈക്വൽ ടു E ഇൻറ്റു L ആണ്. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് E ഇൻറ്റു എന്താണ് വരുന്നത്? L ആണ് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യൽ എനിക്ക് VDനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? VD ഈസ് ഈക്വൽ ടു ഇൻ ദിസ് ഇക്വേഷൻ E എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? E ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് E ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? V ബൈ L. സോ VD ഈസ് ഈക്വൽ ടു നമുക്കറിയാം മൈനസ് E ബൈ M ഇൻറ്റു എന്തായിരിക്കും? ടോയാണ്. ഹിയർ ഇനെ ഞാൻ മാറ്റി V ബൈ L കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിക്കം E ഇൻറ്റു V ബൈ M L ഇൻറ്റു എന്തായിരിക്കും വരുന്നത്? ടോ. സോ ഇതാണ് VD ഇൻ ടേംസ് ഓഫ് എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ. സോ ഈ ഒരു ഇക്വേഷനും ആലോചിച്ച് വെക്കുക. VD ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യൽ. ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യൽ VD ഈസ് ഈക്വൽ ടു E V ബൈ ML ഇൻറ്റു ടോ. സോ ഇതാണ് ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യലിലുള്ള ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. In terms of drift speed, electric current flowing through a conductor is expressed as. ഇനി in terms of drift speed, electric current flowing through ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രിക് കറണ്ടിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? I is equal to NAEVD. I is equal to NAEVD. സോ അതെങ്ങനെയാന്ന് പറയാം. അതിന് മുന്നേ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, എനർജി ഗെയിൻഡ് by electron between two successive collision. So between two successive collision electrons gain ചെയ്യുന്ന energy, between two successive collision electrons gain ചെയ്യുന്ന energy. So നമുക്കറിയാം here ഇത് നമ്മുടെ first collision and here this is the second collision. അപ്പോൾ considering that here is the first collision and here this is the second collision ആണെന്ന് പറയാം. ഈ first collisionനും second collisionനും ഇടയിലുള്ള ഈ ഒരു അതിനെടുക്കുന്ന ടൈം നമുക്കറിയാം, റിലാക്സേഷൻ ടൈം എന്താണ്? ടോ ആണെന്നറിയാം. ആൻഡ് കൺസിഡറിങ് ദാറ്റ് ദ ഫസ്റ്റ് കൊളിഷനും സെക്കൻഡ് കൊളിഷനും ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കുന്നു? ലാംഡ ആയിട്ട് എടുക്കുന്നു, വിച്ച് ഇസ് ഡിനോട്ടഡ് ആസ് ഫ്രീ പാത്ത്. ഓക്കെ, വിച്ച് ഇസ് ഡിനോട്ടഡ് ആസ് ഫ്രീ പാത്ത് ആയിട്ട് എന്ത് ചെയ്യുന്നു?
കൺസിഡർ ചെയ്യുന്നു. സോ ഹിയർ ഞാൻ കൺസിഡർ ചെയ്യുന്നു ദർ ഈസ് ഫസ്റ്റ് കൊളിഷൻ ആൻഡ് സെക്കൻഡ് കൊളിഷൻ. ഫസ്റ്റ് കൊളിഷനും സെക്കൻഡ് കൊളിഷനും ഇടയിൽ എടുക്കുന്ന ടൈം നമുക്കറിയാം എന്താണ്, റിലാക്സേഷൻ ടൈം ടോയാണ്. ദെൻ ഒരു ഫസ്റ്റ് കൊളിഷനും രണ്ട് സക്സസീവ് കൊളിഷനിടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു, ലാംഡ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫ്രീ പാത്ത് ബിറ്റ്വീൻ എന്തായിരിക്കും, ടു സക്സസീവ് കൊളിഷൻ, രണ്ട് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള കൊളിഷൻസിനിടയിലുള്ള ആ ഒരു ഫ്രീ പാത്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു, ലാംഡ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദെൻ എനർജി ഗെയിൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്തിന് ഈക്വൽ ആണ്, എനർജി ഗെയിൻ ഈസ് ഈക്വൽ ടു വർക്കിന് ഈക്വൽ ആണ് അല്ലെ. എനർജി ഗെയിൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, വർക്കിന് ഈക്വൽ ആണ്. സോ വി നോ ദാറ്റ് എനർജി ഗെയിൻ ഈസ് ഈക്വൽ ടു വർക്ക്. വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, Q ഇൻറ്റു ഡെൽറ്റ വി. സോ എനർജി ഗെയിൻ എന്ന് പറയുന്നത് വർക്കിന് ഈക്വൽ ആണ്. വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം Q ഇൻറ്റു എന്തായിരിക്കും വരുന്നത്, ഡെൽറ്റ വി ആണ്. അപ്പൊ Q ഇൻറ്റു എന്തായിരിക്കും വരുന്നത്, ഡെൽറ്റ വി ആണ്. സോ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഡെൽറ്റ വി പൊട്ടൻഷ്യൽ, വി നോ ദാറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, E ഇൻറ്റു എൽ ആണ്. അപ്പൊ ഡെൽറ്റ വി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്, ഹിയർ E ഇൻറ്റു എല്ലിന്റെ സ്ഥാനത്ത് എന്താണ്, രണ്ട് സക്സസീവ് കൊളിഷനിടയിലുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് കൺസിഡറിങ് ഇറ്റ് ആസ് ലാംഡ. സോ ഡെൽറ്റ വി എന്ന് പറയുന്നത് എന്തായിരിക്കും, E ഇൻറ്റു ലാംഡ. എനർജി ഗെയിൻ എന്ന് പറയുന്നത് വർക്കാണെന്ന് അറിയാം, വർക്ക് അറിയാം Q ഇൻറ്റു എന്തായിരിക്കും, വി ആണ്, അല്ലെങ്കിൽ Q ഇൻറ്റു ഡെൽറ്റ വി ആണ്. പൊട്ടൻഷ്യൽ എന്താണ്, E is equal to, sorry, potential V is equal to E into L ആണ്. സോ ഇവിടെ ഡെൽറ്റ വി ആണ്. സോ ഡെൽറ്റ വി ആകുമ്പോൾ E into L. L here it is എന്തായിരിക്കും, രണ്ട് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള കൊളിഷൻസിനിടയിലുള്ള ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്തേക്കുന്നത് ലാംഡ. സോ ഹിയർ പൊട്ടൻഷ്യൽ ഡെൽറ്റ വി എന്ന് പറയുന്നത് E ഇൻറ്റു ലാംഡ. സോ എനർജി ഗെയിൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, QE ലാംഡ. സോ ഇതായിരിക്കും എനർജി ഗെയിൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ എനർജി ഗെയിൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സോ എനർജി ഗെയിൻഡ് ബൈ ഇലക്ട്രോൺ ബിറ്റ്വീൻ ടു കൊളിഷൻ, രണ്ട് സക്സസീവ് ആയിട്ടുള്ള കൊളിഷൻസിനിടയിൽ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന എനർജി. സോ എനർജി ഗെയിൻഡ് ബൈ ഇലക്ട്രോൺ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, which is equal to energy gain is equal to QE into lambda. That is energy gain വർക്കിന് ഈക്വൽ ആണ്. വർക്ക് നമുക്കറിയാം Q into delta V. ഹിയർ V എന്ന് പറയുന്നത് എന്താണ്, E into L ആണ്. L എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. സോ ഹിയർ നമ്മൾ കൺസിഡർ ചെയ്യുന്ന രണ്ട് സക്സസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ട് കൺസിക്യൂട്ടീവ് ആയിട്ടുള്ള കൊളിഷനിടയിലുള്ള ഡിസ്റ്റൻസ് എടുത്തേക്കുന്നത് ലാംഡയാണ്. സോ B is equal to E into lambda വരും. സോ നമുക്ക് എനർജി ഗെയിൻഡ് ഇക്വേഷൻ QE into ലാംഡ എന്നായിരിക്കും വരുന്നത്. എന്തായിരിക്കും, QE into ലാംഡ എന്നായിരിക്കും വരുന്നത്. ഇനി നമ്മളിവിടെ മൊബിലിറ്റിയുടെ കാര്യം പറഞ്ഞു. സോ നമ്മൾ പറഞ്ഞു ഇഫ് വി പ്രൊവൈഡ്, ദാറ്റ് ഈസ് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണ്, ദാറ്റ് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ ഞാൻ എന്ത് അപ്ലൈ ചെയ്യുന്നു, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. ആൻഡ് ദർ ഈസ് എ ചാർജ് എന്തുണ്ട്, -Q എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ട്. സോ ഈ ചാർജ് എങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുന്നത്, ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഈ ഒരു ചാർജിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. സോ ഹിയർ ഞാൻ എന്ത് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഒരു ചാർജ് എടുക്കുന്നു, അതിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഞാനൊരു ചാർജിനെ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ചാർജിന് എന്ത് അനുഭവപ്പെടും, ഒരു ഫോഴ്സ് അനുഭവപ്പെടും. സോ ഫോഴ്സ് കാരണം അതിനൊരു ആക്സിലറേഷൻ ഉണ്ടാകും. ആൻഡ് ഇറ്റ് മൂവ് ഇൻ എ വെലോസിറ്റി VD. അത് ഏത് വെലോസിറ്റിയിൽ, VD എന്ന് പറയുന്ന ഒരു വെലോസിറ്റിയിൽ എന്ത് ചെയ്യാൻ തുടങ്ങും, മൂവ് ചെയ്യാൻ തുടങ്ങും. ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് എന്തായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യാൻ തുടങ്ങും, മൂവ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ് മൊബിലിറ്റി എന്ന് പറയുന്ന mu is equal to എന്തായിരിക്കും, VD divided by the applied electric field. VD divided by applied electric field. സോ അതായിരിക്കും എന്തെന്ന് പറയുന്നത്, മൊബിലിറ്റി എന്ന് പറയുന്നത്. സോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മൊബിലിറ്റി എന്ന് പറയുന്നത്. സോ ഈ ഇക്വേഷനും ആലോചിച്ച് വെക്കുക. ദെൻ അടുത്തെന്ന് പറയുന്നത് എന്തായിരിക്കും, ഇനി കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈസ് ഇൻ ദ ഡയറക്ഷൻ. കറണ്ട് ഏത് ഡയറക്ഷനിലായിരിക്കും, അപ്പോൾ നമ്മൾ പറഞ്ഞു കറണ്ടിന്റെ ഡയറക്ഷൻ നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഓപ്പോസിറ്റ് ദ ഫ്ലോ ഓഫ് എന്തായിരിക്കും, ഇലക്ട്രോൺസ് ഏത് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജസിന്റെ ഫ്ലോ ഏതാണോ ആ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഏത് ഡയറക്ഷനിലേക്കാണോ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും നമ്മുടെ കറണ്ടിന്റെ ഫ്ലോ വരുന്നത്. സോ ഹിയർ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്മുടെ ചാർജ് പാർട്ടിക്കിൾ, ഹിയർ ചാർജിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ടുവേർഡ്സ് ദിസ് സൈഡ്, ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഹിയർ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷൻ തന്നെയായിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. കാരണം എന്താണ്, നെഗറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ കറണ്ട് മൂവ് ചെയ്യുന്നത് ദാറ്റ് ഈസ് സെയിം ആസ് ദ ഡയറക്ഷൻ ഓഫ് എന്തായിരിക്കും വരുന്നത്, ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കറണ്ട് മൂവ് ചെയ്യുന്നത്.
ഓക്കെ സോറി കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഇൻ ടേംസ് ദാറ്റ് ഈസ് ഡ്രിഫ്റ്റ് സ്പീഡിനെ ഇൻ ടേംസ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ടിനെ എങ്ങനെ ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് സ്പീഡിൽ നമുക്ക് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കാം. ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് സ്പീഡ് ഇലക്ട്രിക് കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് എക്സ്പ്രസ്ഡ് ആസ് I is equal to NAE into VD. I is equal to NAE into VD. So this is the electric current flowing through a conductor in terms of എന്തായിരിക്കും drift velocity. അപ്പോൾ in terms of drift velocity ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഓക്കെ സോ അതാണ് എന്താ ഇലക്ട്രിക് കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി I ഈസ് ഈക്വൽ ടു എന്തായിരിക്കും വരുന്നത് NAE ഇൻറ്റു എന്തായിരിക്കും VD. NAE ഇൻറ്റു VD എന്നായിരിക്കും വരുന്നത്. വേർ A എന്ന് പറയുന്നത് എന്താണ് ക്രോസ് സെക്ഷൻ ഏരിയ. A എന്ന് പറഞ്ഞാൽ കണ്ടക്ടറിന്റെ ക്രോസ് സെക്ഷൻ ഏരിയ. N എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്പർ ഓഫ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. നമ്പർ ഓഫ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ആണ് N എന്ന് പറയുന്നത്. A എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ കണ്ടക്ടർ. VD നമുക്കറിയാം എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ആ ഒരു ഇലക്ട്രോണിന്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് VD എന്ന് പറയുന്നത്. E എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ആണ് എന്തെന്ന് പറയുന്നത് E എന്ന് പറയുന്നത്. സോ ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇലക്ട്രിക് കറണ്ടിനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം I ഈസ് ഈക്വൽ ടു NAE ഇൻറ്റു VD വേർ VD ഡ്രിഫ്റ്റ് വെലോസിറ്റി. E എന്ന് പറയുന്നത് എന്തായിരിക്കും ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ. A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ആണ് N എന്ന് പറയുന്നത്. സോ ഈ ഒരു ഇക്വേഷനും ആലോചിച്ച് വെക്കുക. അപ്പോൾ ഇത്രയും കേസാണ് നമ്മളൊരു ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ കാര്യത്തിൽ നോക്കുന്നത്. ഫസ്റ്റ് VDന്റെ ഇക്വേഷൻ, അതിൻ്റെ അകത്ത് ഓരോ ടേമും എന്താണുള്ളത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇൻ ടേംസ് ഓഫ് എന്തിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻ ടേംസ് ഓഫ് പൊട്ടൻഷ്യൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഇക്വേഷൻ. ദെൻ എനർജി ഗെയിൻഡ് ബൈ ഇലക്ട്രോൺസ് ബിറ്റ്വീൻ രണ്ട് സക്സസീവ് കൊളിഷൻ ഇടയിൽ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുന്ന എനർജി എന്ന് നമുക്ക് എന്ത് കിട്ടി QE ഇൻറ്റു ലാംഡയാണ്. ദെൻ അടുത്ത നമുക്ക് എന്താണ് ദാറ്റ് ഈസ് അടുത്ത നമ്മൾ നോക്കിയെന്ന് പറയുന്നത് QE ഇൻറ്റു ലാംഡയാണ്. ദെൻ നമ്മൾ മൊബിലിറ്റി ഓഫ് ഇലക്ട്രോൺ ആണ് നോക്കിയത്. സോ മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ദാറ്റ് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു മൊബിലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ഒരു ചാർജ് ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡിലേക്ക് നമ്മളൊരു ചാർജിനെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഫ്ലോ ഓപ്പോസിറ്റ് ടു ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ അപ്പോഴുണ്ടാകുന്ന ഇലക്ട്രോണിന്റെ മൊബിലിറ്റി ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ VD ബൈ എന്തായിരിക്കും E ആയിരിക്കും വരുന്നത്. ദെൻ നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ദാറ്റ് ഈസ് കറണ്ട് ഇലക്ട്രിക് കറണ്ട് ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയിൽ എക്സ്പ്രസ് ചെയ്തു I ഈസ് ഈക്വൽ ടു NA ഇൻറ്റു E ഇൻറ്റു VD എന്ന് പറഞ്ഞിട്ട്. സോ ഇത്രയുമാണ് എന്തിൽ വരുന്നത് ദാറ്റ് ഈസ് ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റിയിൽ വരുന്നത്. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഓംസ് ലോ. അപ്പോൾ ഓംസ് ലോ ഒക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓംസ് ലോ എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത് that is the physical conditions such as temperature, mechanical strain etc are kept constant. എല്ലാ ഫിസിക്കൽ കണ്ടീഷൻസിനെയും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നു മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ആയാലും ഫിസിക്കൽ സ്ട്രെയിൻ അങ്ങനെയുള്ള മെക്കാനിക്കൽ സ്ട്രെയിൻ അങ്ങനെയുള്ള എല്ലാ ഫിസിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻസിനെയും നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ then the current flowing through a conductor is directly proportional to the potential difference across its two ends. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ് ദാറ്റ് ഈസ് ടെമ്പറേച്ചർ അതുപോലെ തന്നെ മെക്കാനിക്കൽ സ്ട്രെയിൻ എല്ലാം എന്ത് ചെയ്യുന്നു കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഫിസിക്കൽ കണ്ടീഷൻസിനെ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ potential difference directly proportional to the potential difference across it two ends. അതിൻ്റെ രണ്ട് എൻഡിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും കറണ്ട് ഫ്ലോയിങ് ത്രൂ ദാറ്റ് കണ്ടക്ടർ എന്ന് പറയുന്നത്. സോ അതാണ് ഓംസ് ലോ പറയുന്നത്. സോ ഓംസ് ലോ ദാറ്റ് ഈസ് അവിടെ നമ്മൾ എടുക്കുന്ന കണ്ടീഷൻ എല്ലാ ഫിസിക്കൽ കണ്ടീഷൻ ലൈക്ക് ടെമ്പറേച്ചർ മെക്കാനിക്കൽ സ്ട്രെയിൻ എല്ലാം എന്തായിരിക്കണം കോൺസ്റ്റന്റ് ആയിരിക്കണം. കോൺസ്റ്റന്റ് ആയാൽ നമുക്ക് പറയാം ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ എ കണ്ടക്ടർ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. current flowing through a conductor is directly proportional to the potential difference between the two ends. ആ ഒരു കണ്ടക്ടറിന്റെ രണ്ട് എൻഡ്സിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അല്ലെങ്കിൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിന് എന്താണ് പ്രൊപ്പോർഷണൽ ആണ്. സോ ഐ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും ബി, വേർ ഐ ഇസ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ across the two ends of the conductor, that is I proportional to V എന്ന് എഴുതാം. I proportional to V. So
അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ എല്ലാ ഫിസിക്കൽ കണ്ടീഷൻസും കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ അതാണ് എന്തെന്ന് പറയുന്നത് ഓംസ് ലോ പറയുന്നത്. ഓംസ് ലോ പറയുന്നത് I പ്രൊപ്പോർഷണൽ ടു എന്താണ് V, ഓർ ഇറ്റ് ക്യാൻ ബി റൈറ്റ് ഇറ്റ് ആസ് V പ്രൊപ്പോർഷണൽ ടു I. അപ്പം നമ്മൾ ലോ എഴുതുന്ന സമയത്ത് എപ്പോഴും ആലോചിക്കുക I പ്രൊപ്പോർഷണൽ ടു V എന്നാണ്. ദാറ്റ് ഈസ് കറണ്ട് ഫ്ലോയിങ് ത്രൂ ദ കണ്ടക്ടർ ആണ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ആ ഒരു കണ്ടക്ടറിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പം നമ്മളൊരു ലോ എഴുതുമ്പോൾ I പ്രൊപ്പോർഷണൽ ടു V തന്നെ എഴുതണം ആൻഡ് സ്പെസിഫൈ ചെയ്തേക്കണം അറ്റ് വിച്ച് കണ്ടീഷൻ, ഫിസിക്കൽ കണ്ടീഷൻസ് എല്ലാം കോൺസ്റ്റന്റ് ആയിരിക്കുന്ന ടൈം, ദാറ്റ് ഈസ് നമ്മുടെ ടെമ്പറേച്ചർ അതുപോലെ തന്നെ മെക്കാനിക്കൽ സ്ട്രെയിൻ ഇതെല്ലാം എന്തായിരിക്കണം കോൺസ്റ്റന്റ് ആയിരിക്കണം. സോ അത് സ്പെസിഫൈ ചെയ്യണം. സോ I പ്രൊപ്പോർഷണൽ ടു V ഓർ V പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും I ആയിരിക്കും വരുന്നത്. സോ V ഈസ് ഈക്വൽ ടു, സോ ഹിയർ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ദേ ആർ പ്രൊവൈഡിങ് R ദെൻ I. സോ ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു R. സോ V ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും R ഇൻറ്റു I എന്ന് കിട്ടും. സോ V ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും R ഇൻറ്റു I എന്ന് കിട്ടും. സോ V ബൈ I എന്ന് പറയുന്നത് എന്തായിരിക്കും V ബൈ I ഈസ് ഈക്വൽ ടു R. R എന്ന് പറയുന്നത് നമുക്കറിയാം എന്തായിരിക്കും, ദാറ്റ് ഈസ് എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ V ബൈ I ഈസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും കോൺസ്റ്റന്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. സോ ഇതാണ് ഓംസ് ലോ പറയുന്നത് I പ്രൊപ്പോർഷണൽ ടു V. ഇറ്റ് ക്യാൻ ഓൾസോ ബി റിട്ടേൺ ആസ് V പ്രൊപ്പോർഷണൽ ടു I, വേർ ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റന്റ് കൊടുക്കുന്നു R. സോ V ഈസ് ഈക്വൽ ടു R ഇൻറ്റു I. ദെൻ V ബൈ I ഈസ് ഈക്വൽ ടു R. R എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റന്റ് ആണ്. സോ V ബൈ I ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് ഹിയർ ദിസ് R ഡിപ്പെൻഡ്സ് ഓൺ, ഈ R എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മൾ ഏത് കണ്ടക്ടറാണോ എടുത്തേക്കുന്നത് അതിന്റെ മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതിന്റെ ഡയമെൻഷനൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു ആറിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഹിയർ R ഡിപ്പെൻഡ്സ് ഓൺ, R എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, നമ്മൾ എടുത്തേക്കുന്ന മെറ്റീരിയലും അതുപോലെ തന്നെ അതിന്റെ ഡയമെൻഷൻസിനെയൊക്കെയാണ് ഈ ഒരു R ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് എന്താ പറയുന്നത്, ഇതായിരിക്കും നമ്മുടെ ഓംസ് ലോ പറയുന്നത്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഓർ അറ്റ് കോൺസ്റ്റന്റ് ഫിസിക്കൽ കണ്ടീഷൻ ലൈക്ക് സച്ച് ആസ് temperature, mechanical strain, etc. are kept constant, then the current flowing through a conductor is directly proportional to the potential difference across its two ends. അതായിരിക്കും Ohm's law. V is equal to V, that is I proportional to V. Then we can return it as V is equal to I into R, where R is the proportionality constant and R depend on the nature of material and its given dimension. ഇനി നമ്മൾ നോക്കുന്നത് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എന്താണെന്നുള്ളതാണ്. സോ എന്താണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി? ദ റെസിസ്റ്റൻസ് ഓഫ് എ റെസിസ്റ്റർ depend on its geometrical factors and also on the nature or substance of which the resistor is made. അപ്പോൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, ഒരു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് പ്രധാനമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയൊക്കെ ആയിരിക്കും, ജോമെട്രിക്കൽ ഫാക്ടേഴ്സിനെയും അതുപോലെ തന്നെ നേച്ചർ ഓഫ് ദ സബ്സ്റ്റൻസ്, അത് ആ ഒരു റെസിസ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്ന ഏത് സബ്സ്റ്റൻസ് വെച്ചിട്ടാണോ അതിന്റെ നേച്ചറിനെയും അതുപോലെ തന്നെ അതിന്റെ ജോമെട്രിക്കൽ ഫാക്ടേഴ്സിനെയുമാണ് പ്രധാനമായിട്ടും ഒരു റെസിസ്റ്ററിന്റെ റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ദ റെസിസ്റ്റൻസ് ഓഫ് എ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ആൻ എലമെന്റ് ഇൻ എ സർക്യൂട്ട് വിത്ത് സം റെസിസ്റ്റൻസ് ആർ. റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വിച്ച് ഈസ് നമ്മളൊരു സർക്യൂട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ആ ഒരു നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു സർക്യൂട്ട് എടുക്കുന്നു, ആ സർക്യൂട്ടിന്റെ അകത്തുള്ള എലമെന്റ് ആണ് വിത്ത് സം റെസിസ്റ്റൻസ് എന്തായിരിക്കും R ആണ്. സോ ഹിയർ ദ റെസിസ്റ്റൻസ് ഓഫ് എ റെസിസ്റ്റർ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ജോമെട്രിക്കൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു റെസിസ്റ്റർ എടുക്കുന്നു, ആ റെസിസ്റ്ററിൻ്റെ അകത്തുള്ള റെസിസ്റ്റൻസ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിൻ്റെ ജോമെട്രിക്കൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മീൻസ് അതിൻ്റെ ലെങ്ത്, ദെൻ ക്രോസ് സെക്ഷണൽ ഏരിയ, അങ്ങനെയുള്ള ജോമെട്രിക്കൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആ റെസിസ്റ്റർ ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ നേച്ചറിനെയും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഓഫ് എ റെക്ടാങ്കുലർ സ്ലാബ് ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് ലെങ്ത് L ആൻഡ് ഇറ്റ്സ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഇപ്പം നമ്മളൊരു റെക്ടാങ്കുലർ സ്ലാബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റെക്ടാങ്കുലർ സ്ലാബിൻ്റെ ലെങ്ത് L-ഉം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A-യും ആണെന്നുണ്ടെങ്കിൽ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് A-യും ആണെന്നുണ്ടെങ്കിൽ ദിസ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് ദിസ് റെക്ടാങ്കുലർ, ഈ ഒരു റെക്ടാങ്കുലർ സ്ലാബിന്റെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും, അതിന്റെ ലെങ്തിനെയും അതുപോലെ തന്നെ ഏരിയനെയും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ലെങ്തിനെയും ഏരിയനെയും എന്ത് ചെയ്യുന്നുണ്ട്,
ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഹിയർ ദിസ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എന്തായിരിക്കും ലെങ്ത് ആണ്. ആൻഡ് ദ റെസിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 എന്തായിരിക്കും A ആണ്. സോ നമ്മൾ പറഞ്ഞു ഒരു ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയണം? ദാറ്റ് ഈസ് ജോമെട്രിക്കൽ, അതിന്റെ ആ ഒരു റെസിസ്റ്ററിന്റെ ജോമെട്രിക്കൽ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ലെങ്ത് ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതുപോലെ തന്നെ ആ ഒരു റെസിസ്റ്റർ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിന്റെ നേച്ചറിനെയും എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരു ഇലക്ട്രിക്കൽ സ്ലാബ് എടുക്കുന്നു, അതിന്റെ ലെങ്ത് എല്ലും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്തായിട്ടും എടുക്കുന്നു? A ആയിട്ടുമാണ് എടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദ റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ്, ദ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് ദാറ്റ് റെക്ടാങ്കുലർ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് ലെങ്ത്. ആ റെക്ടാങ്കുലർ സ്ലാബിന്റെ ലെങ്തിനെയും അതിന്റെ ഏരിയനെയും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ഹിയർ ദ റെസിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ and it's directly proportional to the 1/A of the conductor, or നമുക്ക് പറയാം it is inversely proportional. Electric resistance directly proportional to length of the conductor and inversely proportional to the area of cross section of the conductor. So അതാണ് R proportional to L or R proportional to 1/A എന്ന് പറയുന്നത്. So അതാണ് here R proportional to L and R proportional to 1/A. So ഇത് ഞാൻ ഒരുമിച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ, ദാറ്റ് ഈസ് ഈ രണ്ട് റിലേഷൻ ഞാൻ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? R proportional to L and R proportional to 1/A. So R proportional to L/A എന്ന് എഴുതി കൂടെ? ദാറ്റ് ഈസ് ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഏരിയക്ക് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ ഇത് രണ്ടും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് R proportional to എന്ത് എഴുതാം? L/A എന്ന് എഴുതാനായിട്ട് പറ്റും. R proportional to L/A. Then R is equal to ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു കോൺസ്റ്റന്റ് പ്രൊവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് R is equal to rho L/A. ഹിയർ ഇറ്റ് ഈസ് റോ ആണ്. R is equal to rho L/A. സോ നമുക്ക് R proportional to L/A എന്ന് കിട്ടി. ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു കോൺസ്റ്റന്റ് റോ കൊടുത്തു. R is equal to rho into L/A. റോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. ആൻഡ് ദിസ് റോ ഈസ് കോൾഡ് ദ റെസിസ്റ്റിവിറ്റി. എന്തായിരിക്കും പറയുന്നത്? resistivity. So R is equal to rho L/A and this rho is a constant. ആ ഒരു proportionality pattern കൊടുത്ത constant ആണ് rho എന്ന് പറയുന്നത്. So rho is a constant of proportionality and it is called the, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? resistivity എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? resistivity എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇതായിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പം റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓംസ് ലോ വെച്ചിട്ട് കണ്ടു V is equal to I into R എന്നാണ് അല്ലേ? V is equal to R into I അല്ലെങ്കിൽ V is equal to I into R എന്ന് കണ്ടു. ബട്ട് ഈ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? അതിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയോ അതുപോലെ തന്നെ കറണ്ടിനെയോ എന്ത് ചെയ്യത്തില്ല? ഡിപ്പെൻഡ് ചെയ്യത്തില്ല. സോ റെസിസ്റ്റൻസ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ കറണ്ട് ആൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V. വിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഐനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. R ഇറ്റ്സ് ഓൺലി ഡിപ്പെൻഡ് ഓൺ ദ geometrical factors of depends on the geometrical factors like length and area, and also depend on the nature at which that material is at which the resistor is made. ഏത് മെറ്റീരിയൽ കൊണ്ടാണോ ആ ഒരു റെസിസ്റ്ററിനെ ഉണ്ടാക്കിയിരിക്കുന്നത് അതിന്റെ നേച്ചറിനെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. ദെൻ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഈസ് എന്തായിരിക്കും പറയുന്നത്? അപ്പോൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിന്റെ കാര്യമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. സോ ഇനി നോക്കിക്കേ, ഇനി ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ സ്ലോപ്പ് ഓഫ് V വേഴ്സസ് I. സോ ഹിയർ ഞാൻ V എടുക്കുന്നു ആൻഡ് ഹിയർ ദർ ഇസ് ഞാൻ എന്ത് ചെയ്യുന്നു? I എടുക്കുന്നു. ആൻഡ് ഹിയർ V വേഴ്സസ് I എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ഫോർമാറ്റിൽ എടുക്കുന്നു. ദെൻ സ്ലോപ്പ് ഓഫ് ദിസ് V വേഴ്സസ് I ആണ് എന്തെന്ന് പറയുന്നത്? ഈ V വേഴ്സസ് Iന്റെ സ്ലോപ്പ് ആണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത്? റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. സോ ഹിയർ സ്ലോപ്പ് ഓഫ് ദിസ് V വേഴ്സസ് ഐനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. വിയും ഐയും തമ്മിലുള്ള ഈ ഒരു സ്ലോപ്പിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? റെസിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് എന്താണ്? നമ്മൾ ആ ഒരു റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ നോക്കി, റോ L/A, അതിന്റെ കോൺസ്റ്റന്റ് നോക്കി. റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്, റോ എന്ന് പറയുന്നത് എന്തായിരിക്കും? റെസിസ്റ്റിവിറ്റി ആണ്. ദെൻ R ഈസ് ഈക്വൽ ടു, നമുക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ട്, ML ഡിവൈഡഡ് ബൈ NE സ്ക്വയർ ടോ ഇൻറ്റു A. R is equal to ML divided by NE square tau into A. So ഈ ഒരു ഇക്വേഷനും നമ്മുടെ ഈ ഇക്വേഷനും നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ഈ ഒരു ഇക്വേഷനും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഹിയർ ആർ ഈസ് ഈക്വൽ ടു എന്ത് പറഞ്ഞു ML ഡിവൈഡഡ് ബൈ NE സ്ക്വയർ ടോ ഇൻറ്റു A. Then comparing these two equation നമുക്ക് L/A അതുപോലെ തന്നെ ഉണ്ട്. റോയിന്റെ സ്ഥാനത്താണ് എന്ത് കിടക്കുന്നത് M divided by NE square ടോ എടുക്കുന്നത്. Then resistivity rho is equal to M divided by NE square into ടോ. So M divided by NE square ടോ ആണ് റോ എന്ന് പറയുന്നത്. സോ അതിനെ നമ്മൾ റെസിസ്റ്റൻസിന്റെ ഇക്വേഷനിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ R എന്ത് കിട്ടും ML divided by NE square ടോ A എന്ന് കിട്ടും. സോ റെസിസ്റ്റിവിറ്റിന്റെ ഇക്വേഷൻ ആലോചിച്ച് വെക്കുക. റെസിസ്റ്റർ ഇൻ ടേംസ് ഓഫ് റെസിസ്റ്റിവിറ്റി ആൻഡ് റെസിസ്റ്റിവിറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് M divided by NE square into ടോ ആയിരിക്കും എന്തെന്ന് പറയുന്നത് M divided by NE square ടോ. അതായിരിക്കും എന്തെന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴും റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഇസ് ദ സ്ലോപ്പ് ഓഫ് V വേഴ്സസ് I കർവ്. അപ്പോൾ V വേഴ്സസ് I കർവിന്റെ സ്ലോപ്പാണ് എപ്പോഴും എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് രണ്ട് രീതിയിൽ ഇവിടെ പറയാനായിട്ട് പറ്റും. ഹിയർ ദർ ഈസ് എന്തായിരിക്കും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരുന്നത് ദർ ഈസ് ഹിയർ ദി സ്ലോപ്പ് എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും. ഹിയർ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് V എന്ന് പറയുന്നത് V വേഴ്സസ് I ആണ് നമ്മൾ പറഞ്ഞത്. സോ V വേഴ്സസ് I എന്ന് പറയുന്ന ഈ ഒരു ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാഫ് എന്താണ് ദാറ്റ് ഈസ് Vയും Iയും എന്തായിരിക്കും പ്രൊപ്പോർഷണൽ ആണ്. സോ ഈ ഒരു ഗ്രാഫ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന Vയും Iയും ലീനിയർ ആണ്. മീൻസ് എന്തായിരിക്കും Vയും Iയും തമ്മിലുള്ള ഗ്രാഫ് V വേഴ്സസ് I കർവ് ലീനിയർ ആണ്. മീൻസ് Vയും Iയും എന്തായിരിക്കും പ്രൊപ്പോർഷണൽ ആയിരിക്കും. എന്തായിരിക്കും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ ഒരു കേസിൽ നമ്മൾ ഇവിടെ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ സ്ലോപ്പ് എന്തായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ സ്ലോപ്പ് നോക്കുകയാണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും കോൺസ്റ്റന്റ് ആണ്. സോ V പ്രൊപ്പോർഷണൽ ടു I ആണെന്നുണ്ടെങ്കിൽ ആ സ്ലോപ്പ് ആണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്. അപ്പോൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇസ് ദ സ്ലോപ്പ് ഓഫ് എന്തായിരിക്കും V ആൻഡ് I കർവ്. V വേഴ്സസ് I കർവിന്റെ സ്ലോപ്പ് ആണ് റെസിസ്റ്റൻസ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. ഈ ഒരു കേസിൽ V ആൻഡ് I എന്ന് പറയുന്ന ലീനിയർ ആയിട്ടാണ് നമ്മൾ വരച്ചേക്കുന്നത്. സോ ലീനിയർ മീൻസ് എന്തായിരിക്കും V പ്രൊപ്പോർഷണൽ ടു I ആണ്. സോ ആ ഒരു കേസിൽ നമ്മുടെ സ്ലോപ്പ് കോൺസ്റ്റന്റ് ആണ്. മീൻസ് എന്തായിരിക്കും R എന്തായിട്ടായിരിക്കും കിട്ടുക കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും കിട്ടുക. ഇനി ഈ ഒരു കേസ് നോക്കിക്കേ. ഈ ഒരു കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ V I എന്ന് പറയുന്നത് ഈ ഒരു കേസാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ് വേരി ചെയ്യുന്നുണ്ട് അല്ലേ. സ്ലോപ്പ് വേരി ചെയ്യുന്നുണ്ട്. മീൻസ് എന്തായിരിക്കും R നോട്ട് എ കോൺസ്റ്റന്റ്. സ്ലോപ്പ് ആ ഒരു സ്ലോപ്പാണ് എന്തെന്ന് പറയുന്നത് ദാറ്റ് ഈസ് V വേഴ്സസ് I കർവിന്റെ സ്ലോപ്പാണ് നമ്മുടെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ സ്ലോപ്പ് എന്ത് ചെയ്യുന്നുണ്ട് വേരി ചെയ്യുന്നുണ്ട്. മീൻസ് എന്തായിരിക്കും സ്ലോപ്പ് വേരി ചെയ്യുന്നു മീൻസ് എന്തായിരിക്കും റെസിസ്റ്റൻസ്. ആ സ്ലോപ്പിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. സോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നോട്ട് എ കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട് വേരിയിങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. സോ ആ ഒരു കേസിൽ വേരിയിങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റും ആവാം റെസിസ്റ്റൻസ് വേരിയും ചെയ്യാം. വേരി ചെയ്യുന്ന എപ്പോഴാണ് ദ സ്ലോപ്പ് V വേഴ്സസ് I കർവിന്റെ സ്ലോപ്പ് എന്ത് ചെയ്യുമ്പോൾ വേരി ചെയ്യുമ്പോൾ റെസിസ്റ്റൻസും എന്ത് ചെയ്യും വേരി ചെയ്യും. സോ ആ ഒരു ഫാക്ട് ആലോചിച്ച് വെക്കുക. ദാറ്റ് ഈസ് എന്തായിരിക്കും V വേഴ്സസ് I കർവിന്റെ സ്ലോപ്പാണ് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുന്നത്. സോ ദെൻ ഇക്വേഷൻ R is equal to rho L by A ആണ്. റോയിന്റെ ഇക്വേഷൻ M divided by NE square ടോ ആണ്. ആൻഡ് റോയിന്റെ ഇക്വേഷൻ എടുത്ത് റെസിസ്റ്റൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ R എന്ത് കിട്ടും ML divided by NE square ടോ A എന്നായിരിക്കും കിട്ടുക. ML divided by NE square ടോ ഇൻറ്റു A ആയിരിക്കും കിട്ടുക. ദെൻ നമ്മൾ ഈ ഒരു കേസിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഒരു 10⁻⁻⁴ മീറ്റർ പെർ സെക്കൻഡ് റേഞ്ചിലായിരിക്കും ഈ ഒരു ഡ്രിഫ്റ്റ് വെലോസിറ്റിന്റെ വാല്യൂ കിട്ടുക. സോ അതും കൂടി ആലോചിച്ച് വെക്കുക. സോ ഇത്രയും ആയിരിക്കും ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിയുടെ കേസ്.